നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ യൂറോപ്പിൽ നിന്നുള്ള വിമാനയാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. യൂറോപ്യൻ വിമാന സർവീസുകളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. വിമാന സർവീസുകളിൽ റദ്ദാക്കലും നിയന്ത്രണങ്ങളും നിരവധിയുണ്ട്. പശ്ചിമേഷ്യയിലെ വ്യോമപാതകൾ സുരക്ഷിതമല്ലാത്തതിനാൽ ഭൂരിഭാഗം യൂറോപ്യൻ വിമാന കമ്പനികളും സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ലുഫ്താൻസ ഗ്രൂപ്പ് നോക്കിയാൽ ടെൽ അവീവ്, ബൈറൂട്ട്, അമ്മാൻ, ടെഹ്റാൻ, ദുബായ്, അബുദാബി തുടങ്ങിയ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ മാർച്ച് 7 വരെ നിർത്തിവെച്ചു. 5000-ഓളം വിമാന സർവീസുകളെ ഇത് ബാധിച്ചിട്ടുണ്ട്. അടുത്തത് KLM ആണ്. ദുബായ്, റിയാദ്, ദമാം എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ മാർച്ച് 5 വരെയാണ് റദ്ദാക്കിയിരിക്കുന്നത്. ടെൽ അവീവിലേക്കുള്ള വിമാനങ്ങൾ ഈ സീസണിൽ മുഴുവനായി അവർ ഒഴിവാക്കിയിട്ടുണ്ട്. എയർ ഫ്രാൻസ്, ബ്രിട്ടീഷ് എയർവേസ് എന്നീ കമ്പനികൾ എടുത്താൽ ദുബായ്, ദോഹ, അമ്മാൻ, ടെൽ അവീവ് എന്നിവിടങ്ങളിലേക്കുള്ള നൂറുകണക്കിന് വിമാനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റദ്ദാക്കിയത്. അടുത്തത് വിസ് എയർ ആണ്. മാർച്ച് 7 വരെ മേഖലയിലെ പ്രധാന കേന്ദ്രങ്ങളിലേക്കുള്ള സർവീസുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. വ്യോമപാതയിലെ മാറ്റങ്ങൾ ഇറാൻ, ഇറാഖ്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുടെ ആകാശപരിധി ഒഴിവാക്കിയാണ് ഇപ്പോൾ വിമാനങ്ങൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാത്രാ സമയം കൂടും. മിഡിൽ ഈസ്റ്റ് ഒഴിവാക്കി തുർക്കി, കോക്കസസ് മേഖലകൾ വഴി ചുറ്റിക്കറങ്ങി പോകേണ്ടി വരുന്നതിനാൽ യൂറോപ്പ്, ഏഷ്യ യാത്രകളിൽ 2 മുതൽ 3 മണിക്കൂറോ അതിലധികമോ സമയം എടുക്കുന്നുണ്ട്. ഇന്ധന ഉപഭോഗം കൂടുന്നതിനാൽ വിമാന ടിക്കറ്റ് നിരക്കിൽ വലിയ വർധനവ് ഉണ്ടാകുന്നുണ്ട്. നിലവിൽ ബിസിനസ് ക്ലാസ് നിരക്കുകളിൽ 12% വരെയാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യൻ വ്യോമപാതയിലെ അപകട സാധ്യത കണക്കിലെടുത്ത് മാർച്ച് 6 വരെ കടുത്ത ജാഗ്രത പാലിക്കാൻ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിസൈലുകൾ, ഡ്രോൺ ആക്രമണങ്ങൾ എന്നിവ വിമാനങ്ങൾക്ക് ഭീഷണിയായേക്കാമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. മറ്റ് എയർലൈനുകൾ നോക്കിയാൽ എമിറേറ്റ്സ്, ഖത്തർ എയർവേസ് തുടങ്ങിയ ഗൾഫ് എയർലൈനുകളും സുരക്ഷാ കാരണങ്ങളാൽ യൂറോപ്പിലേക്കുള്ള പല വിമാനങ്ങളും റദ്ദാക്കുകയോ വഴി തിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ യൂറോപ്പിൽ നിന്നുള്ള എയർ ഇന്ത്യ സർവീസുകൾ അനിശ്ചിതത്വത്തിലാണ്. വിമാനങ്ങൾ മിക്കതും വഴി തിരിച്ചു വിട്ടിരിക്കുകയാണ്. സൈനിക നീക്കം ശക്തമായതോടെ യൂറോപ്പിൽ നിന്നുള്ള എയർ ഇന്ത്യ സർവീസുകൾ വലിയ പ്രതിസന്ധിയിലാണ്. ഇറാൻ വ്യോമാതിർത്തി അടച്ചതും മിസൈൽ ആക്രമണ വിഷയം കാരണം ലണ്ടൻ, പാരീസ്, ഫ്രാങ്ക്ഫർട്ട് തുടങ്ങിയ നഗരങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ സുരക്ഷിത പാതകളിലൂടെയാണ് തിരിച്ചുവിട്ടിരിക്കുന്നത്. അതേസമയം സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിലെ സർവീസുകളിൽ എയർ ഇന്ത്യ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇസ്രായേലിലേക്കും ഇറാനിലേക്കും സമീപ രാജ്യങ്ങളിലേക്കുമുള്ള ഭൂരിഭാഗം സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഇറാൻ വ്യോമാതിർത്തി ഒഴിവാക്കി ചുറ്റിക്കറങ്ങി പറക്കേണ്ടി വരുന്നത് ലണ്ടൻ, ഡൽഹി, ലണ്ടൻ, കൊച്ചി തുടങ്ങിയ സർവീസുകളുടെ യാത്രാ സമയം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇത് അധിക ചെലവിനും കാരണമാകുന്നുണ്ട്. ഗൾഫ് മേഖലയിൽ കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാൻ എയർ ഇന്ത്യ 23 പ്രത്യേക സർവീസുകൾ നടത്തി വരികയാണ്. അതേസമയം യൂറോപ്പിൽ നിന്ന് നാട്ടിലേക്ക് വരാനിരിക്കുന്നവരും തിരിച്ചു പോകാനിരിക്കുന്നവരുമായ പ്രവാസികൾ വിമാന കമ്പനിയുടെ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. നിലവിൽ വിമാനങ്ങൾ റദ്ദാക്കിയ യാത്രക്കാർക്ക് ടിക്കറ്റ് തുക പൂർണ്ണമായും തിരികെ നൽകാനോ അല്ലെങ്കിൽ സൗജന്യമായി മറ്റൊരു തീയതിയിലേക്ക് മാറ്റാനോ ഉള്ള സൗകര്യം എയർ ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ കണക്കിലെടുത്ത് അതീവ ജാഗ്രതയോടെയാണ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. സംഘർഷ മേഖലയ്ക്ക് മുകളിലൂടെ വിമാനങ്ങൾ പറക്കില്ലെന്ന് എയർ ഇന്ത്യ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ജർമ്മനിയിൽ നിന്നുള്ള എയർ ഇന്ത്യ സർവീസുകൾ പ്രതിസന്ധിയിലാണ്. യാത്രാ സമയം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യവും ജർമ്മനിയിൽ നിന്നുള്ള എയർ ഇന്ത്യ സർവീസുകളെയും കാര്യമായി ബാധിച്ചു തുടങ്ങി. ഇറാന്റെ വ്യോമാതിർത്തി ഒഴിവാക്കി വിമാനങ്ങൾ തിരിച്ചുവിടുന്നതിനാൽ ജർമ്മനിയിൽ നിന്നുള്ള യാത്രക്കാർക്ക് കൂടുതൽ സമയം വിമാനത്തിൽ ഇരിക്കേണ്ടി വരും. ജർമ്മനിയിലെ സ്ഥിതി ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഫ്രാങ്ക്ഫർട്ട്, മ്യൂണിക്ക് എന്നിവിടങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്കും മുംബൈയിലേക്കും നിലവിൽ എയർ ഇന്ത്യ സർവീസുകൾ നടത്തുന്നുണ്ടെങ്കിലും ഇനി പറയുന്ന വിധത്തിലായിരിക്കും സർവീസുകൾ. ഇറാൻ വ്യോമാതിർത്തി പൂർണ്ണമായി ഒഴിവാക്കി ഈജിപ്റ്റ്, സൗദി അറേബ്യ അല്ലെങ്കിൽ മധ്യേഷ്യ വഴി ചുറ്റിക്കറങ്ങി പറക്കുന്നതിനാൽ കൂടുതൽ സമയം യാത്രയ്ക്കായി വേണ്ടിവരും. അതേസമയം സംഘർഷം കടുക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷ കണക്കിലെടുത്ത് വിമാനങ്ങൾ അവസാന നിമിഷം റദ്ദാക്കാനോ സമയം മാറ്റാനോ സാധ്യതയുണ്ട്. ഇനി കണക്ഷൻ ഫ്ലൈറ്റുകളെ പറ്റി പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ വഴി കണക്ഷൻ ഫ്ലൈറ്റുകളിൽ, അതായത് എമിറേറ്റ്സ്, എത്തിഹാഡ് എന്നിവയിൽ നാട്ടിലേക്ക് പോകാനിരിക്കുന്ന പല പ്രവാസികളും നിലവിൽ ജർമ്മനിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവർക്കായി എയർ ഇന്ത്യ പ്രത്യേക ക്രമീകരണങ്ങൾ ആലോചിക്കുന്നുമുണ്ട്. ഇതിനായി യാത്രക്കാർ ചെയ്യേണ്ടത് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കുകയും എയർ ഇന്ത്യയുടെ വെബ്സൈറ്റോ മൊബൈൽ ആപ്പോ വഴി നിങ്ങളുടെ ഫ്ലൈറ്റ് കൃത്യസമയത്തുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. വിമാനങ്ങൾ റദ്ദാക്കപ്പെടുകയാണെങ്കിൽ അധിക ചിലവില്ലാതെ തീയതി മാറ്റാനോ ടിക്കറ്റ് തുക തിരികെ വാങ്ങാനോ എയർ ഇന്ത്യ സൗകര്യം ഒരുക്കുന്നുമുണ്ട്. വിമാനത്താവളങ്ങളിലെ തിക്കും തിരക്കും പരിശോധനകളും കണക്കിലെടുത്ത് നേരത്തെ തന്നെ ചെക്ക് ഇൻ കൗണ്ടറുകളിൽ എത്താൻ ശ്രമിക്കേണ്ടതാണ്. ജർമ്മനിയിലെ മലയാളി
പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിമാനമാറ്റങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് എയർലൈനുകളുടെ വെബ്സൈറ്റോ ആപ്പോ വഴി ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ യാത്ര ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും പ്രത്യേക എയർലൈനിന്റെയോ റൂട്ടിന്റെയോ വിവരങ്ങൾ നേരത്തെ തന്നെ അറിയാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പശ്ചിമേഷ്യൻ യുദ്ധം 5ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേൽ കൂടുതൽ ആക്രമണം നടത്തുന്നത് വഴി എണ്ണവില കുതിക്കുകയാണ്. പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തി ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആരംഭിച്ച സൈനിക നീക്കത്തോടെയാണ് ഗൾഫ് മേഖല യുദ്ധക്കളമായി മാറിയത്. 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 2000-ഓളം ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇറാൻ തിരിച്ചടിച്ചത്. എന്നാൽ ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം ഭൂരിഭാഗം മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. ഇസ്രായേലിൽ ഇതുവരെ 11 പേരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനിൽ 1000-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 4 അമേരിക്കൻ സൈനികരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ആഗോള വിപണിയിൽ പ്രത്യാഘാതം ഉണ്ടാകുമ്പോൾ ഇറാനും ഇസ്രായേലിനും പുറമെ ലെബനൻ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കും സംഘർഷം വ്യാപിക്കുകയാണ്. ലോകത്തെ പ്രധാന എണ്ണക്കയറ്റുമതി മേഖലയിൽ യുദ്ധം കടക്കുന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും ചെയ്തു. ഇതിനിടെ പശ്ചിമേഷ്യൻ യുദ്ധം സമുദ്രത്തിലേക്കും എത്തി. ഇറാന്റെ യുദ്ധക്കപ്പൽ അമേരിക്ക വെടിവെച്ചിട്ടു. 87 മരണം സംഭവിച്ചു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി ഒരു ശത്രുരാജ്യത്തിന്റെ യുദ്ധക്കപ്പൽ ടോർപിഡോ ഉപയോഗിച്ച് അമേരിക്ക തകർക്കുകയും ചെയ്തു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കൻ തീരത്തിന് സമീപം അന്താരാഷ്ട്ര ജലപരിധിയിൽ വെച്ചാണ് ഇറാന്റെ അത്യാധുനിക യുദ്ധക്കപ്പലായ IRIS ദേന US അന്തർവാഹിനി തകർത്തത്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സേത്ത് ആണ് ആക്രമണം സ്ഥിരീകരിച്ചത്. അന്താരാഷ്ട്ര ജലപരിധിയിൽ സുരക്ഷിതരാണെന്ന് കരുതിയ ഇറാൻ കപ്പലിനെ അമേരിക്കൻ സബ്മറൈൻ ടോർപിഡോ അയച്ച് തകർക്കുകയായിരുന്നു. ഇതൊരു നിശബ്ദ മരണമായിരുന്നുവെന്നാണ് വിശേഷിപ്പിച്ചത്. കപ്പലിലുണ്ടായിരുന്ന 180 നാവികരിൽ 87 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കടലിൽ ഒഴുകി നടന്ന 32 നാവികരെ ശ്രീലങ്കൻ നേവി രക്ഷപ്പെടുത്തി. ശ്രീലങ്കൻ തീരത്ത് നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് സംഭവം. നേവി എത്തുമ്പോഴേക്കും കപ്പൽ പൂർണ്ണമായും മുങ്ങിയിരുന്നു. ചരിത്രപരമായ നീക്കമായിട്ടാണ് ഇത് കരുതുന്നത്. 1945-ന് ശേഷം ആദ്യമായാണ് ഒരു ശത്രു കപ്പലിനെ തകർക്കാൻ അമേരിക്ക ടോർപിഡോ ഉപയോഗിക്കുന്നത്. ഇറാൻ തദ്ദേശീയമായി നിർമ്മിച്ച ദേന മിസൈലുകളും ഹെലികോപ്റ്ററുകളും വഹിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ഫ്രിഗേറ്റ് ആയിരുന്നു ഇത്. സംഭവം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പൽ ഗതാഗതത്തെയും സുരക്ഷയും ബാധിക്കുമെന്ന ആശങ്കയിലാണ് ലോകം. അതേസമയം പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങൾക്കിടെ ഇറാനിൽ നിന്ന് തൊടുത്ത മിസൈൽ തുർക്കിക്ക് മുകളിൽ വെച്ച് തകർത്തു. ഇസ്രായേലിനെ ലക്ഷ്യമാക്കി വന്ന മിസൈലുകളിൽ ഒന്നാണ് തുർക്കി അതിർത്തിക്കുള്ളിൽ വെച്ച് തകർത്തതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. ഇറാൻ തൊടുത്ത മിസൈലുകൾ തുർക്കിയെ അല്ല മറിച്ച് ഇസ്രായേലിനെയാണ് ലക്ഷ്യം വെച്ചിരുന്നതെന്ന് പറയുന്നു. അബദ്ധത്തിൽ തുർക്കി വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം നാറ്റോ നേരിട്ട് ഇടപെട്ടാൽ ഇത് 3ാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന വലിയ പ്രാദേശിക യുദ്ധമായി മാറാനും സാധ്യതയുണ്ട്. തുർക്കിയും ഗൾഫ് രാജ്യങ്ങളും ഉൾപ്പെടുന്ന വ്യോമപാതകളിൽ ഇതോടെ വീണ്ടും നിയന്ത്രണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുർക്കി ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലേക്ക് പടരുന്നത് യൂറോപ്പിലും ഗൾഫിലുമുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളെ ബാധിക്കുമെന്ന ആശങ്ക ഇപ്പോൾ ശക്തമാണ്. ഇറാനിലെ ഇസ്രായേൽ US സൈനിക നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സ്പെയിൻ പ്രധാനമന്ത്രി പേദ്രോ സാഞ്ചസ് വീണ്ടും രംഗത്ത് വന്നു. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെ വെച്ചുള്ള മരണക്കളി ആണ് മേഖലയിൽ നടക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക ഭീഷണിക്ക് മുന്നിൽ പതറില്ലെന്ന സൂചനയാണ് സ്പെയിൻ നൽകുന്നത്. ട്രംപിന്റെ ഭീഷണി വകവയ്ക്കാതെ സമാധാനത്തിനായുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും സ്പെയിൻ അറിയിച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ യൂറോപ്പിലേക്ക് പുതിയ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുമോ എന്ന ആശങ്ക പടരുകയാണ്. പശ്ചിമേഷ്യയിൽ ഒരു പൂർണ്ണമായ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ദശലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യാൻ നിർബന്ധിതരാകുമെന്നും ഇത് യൂറോപ്യൻ യൂണിയനെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. കുടിയേറ്റ വിഷയങ്ങളുടെ ചുമതലയുള്ള EU കമ്മീഷണർ മാഗ്നസ് ബ്രണ്ണർ പുതിയ അഭയാർത്ഥി കരാർ ഒപ്പിട്ടു. ആഫ്രിക്കയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം തടയുന്നതിൽ ഈ കരാർ നിർണായകമാകും. ഇറാനിലും പരിസര രാജ്യങ്ങളിലും യുദ്ധം കടക്കുന്നത് തുർക്കി വഴി യൂറോപ്പിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം വർദ്ധിപ്പിക്കുമെന്ന സൂചനയുമുണ്ട്. നിലവിൽ ഉക്രൈൻ യുദ്ധം സൃഷ്ടിച്ച പ്രതിസന്ധികൾക്കിടയിൽ മറ്റൊരു അഭയാർത്ഥി തരംഗം കൂടി താങ്ങാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കഴിയില്ല എന്ന വസ്തുതയും നിലവിലുണ്ട്. ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കുടിയേറ്റ വിരുദ്ധ വികാരം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ പുതിയൊരു അഭയാർത്ഥി പ്രവാഹം നിലവിലുള്ള പ്രവാസികളുടെ വിസ നടപടികളെയും താമസ അനുമതിയെയും ബാധിക്കുമെന്ന ആശങ്ക പ്രവാസി മലയാളികൾക്കിടയിലും ഉണ്ട്.
ലോകമെമ്പാടും ഇന്ധന പ്രതിസന്ധി ഉണ്ടായതിനാൽ പമ്പുകളിൽ നീണ്ട ക്യൂ അനുഭവപ്പെട്ടു. അതേസമയം മ്യാൻമാറിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ലോകമെമ്പാടും ഇന്ധനവില കുതിച്ചുയരുകയാണ്. യൂറോപ്പിലും ഏഷ്യയിലും ഇന്ധനം നിറയ്ക്കാൻ പമ്പുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത്. UK, ഇറ്റലി, നെതർലൻഡ്, സ്പെയിൻ എന്നിവിടങ്ങളിൽ ഇന്ധനവില കുതിച്ചുയർന്നിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്ധനം ലഭിച്ചിരുന്ന അമേരിക്കയിലും വിലയിൽ 5% വർധന രേഖപ്പെടുത്തി. അതേസമയം മ്യാൻമാറിൽ കടുത്ത നിയന്ത്രണം ഉണ്ടായി. ഇന്ധനത്തിനായി ഏറ്റവും കൂടുതൽ ഇറക്കുമതി ആശ്രയിക്കുന്ന മ്യാൻമാറിൽ സ്ഥിതി അതീവ ഗുരുതരമാണ്. രാജ്യത്തിന് 40 ദിവസത്തേക്കുള്ള ഇന്ധനം മാത്രമേയുള്ളൂവെന്ന് സൈനിക വക്താവ് അറിയിച്ചു. ലോകത്താകെ എണ്ണോൽപാദനത്തിന്റെ 5% കൈകാര്യം ചെയ്യുന്ന ഇറാനിലെ സംഘർഷങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളിലെ വിതരണ ശൃംഖലയെ വരും ദിവസങ്ങളിൽ കൂടുതൽ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ജർമ്മനിയിൽ ഇന്ധനവില കുതിക്കുകയാണ്. സബ്സിഡി നൽകില്ലെന്ന് സർക്കാർ പറഞ്ഞു. പൗരന്മാർക്ക് ഇത് വലിയ കനത്ത തിരിച്ചടിയായി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ജർമ്മനിയിൽ ഇന്ധനവില കുതിച്ചുയരുകയാണ്. പലയിടങ്ങളിലും പെട്രോൾ, ഡീസൽ വില ലിറ്ററിന് €2 കടന്നു. എന്നാൽ വിലക്കയറ്റത്തിൽ വലയുന്ന വാഹന ഉടമകൾക്ക് ആശ്വാസമായി ഇന്ധന സബ്സിഡിയോ മറ്റ് ഇളവുകളോ നൽകാനാവില്ലെന്ന് ജർമ്മൻ സർക്കാർ വ്യക്തമാക്കി. വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അത് പെട്ടെന്ന് താഴാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. മ്യൂണിക്കിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവേ ഇന്ധനവില നിയന്ത്രണം നിലവിൽ സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്നാണ് സാമ്പത്തിക മന്ത്രി കാതറീന റൈഷ് പറഞ്ഞത്. അതേസമയം ഫ്രാൻസിൽ കർശന പരിശോധന നിലവിലുണ്ട്. ജർമ്മനിയിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് അയൽരാജ്യമായ ഫ്രാൻസ് സ്വീകരിക്കുന്നത്. ഇന്ധനവില വർധന ക്രൂഡ് ഓയിൽ വിലയ്ക്ക് ആനുപാതികമാണോ എന്ന് ഉറപ്പുവരുത്താൻ പെട്രോൾ പമ്പുകളിൽ കർശന പരിശോധന നടത്തുമെന്ന് ഫ്രഞ്ച് സർക്കാർ അറിയിച്ചു. ഇന്ധനവില കൂടിയത് ജോലി ആവശ്യങ്ങൾക്കായി ദീർഘദൂര യാത്രകൾ ചെയ്യുന്ന എല്ലാവർക്കും വലിയ തിരിച്ചടിയായി. ഇത് വാടക വർധനവും വിലക്കയറ്റത്തിനും പിന്നാലെ താങ്ങാനാവാത്തതായി. 2022 ഉക്രൈൻ യുദ്ധസമയത്ത് നൽകിയതുപോലെ ഒരു ടാങ്കർ ബേറ്റ് സർക്കാർ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആളുകൾ. അത് അസ്ഥാനത്തായി. ബോണിലെ സെന്റ് തോമസ് മലങ്കര സുറിയാനി കത്തോലിക്ക ഇടവകയിലെ MCYM ബോൺ കൊളോൺ ഡ്യൂസൽഡോഫ് യൂണിറ്റിന്റെ 2026 വർഷത്തെ കർമ്മ പദ്ധതിയായ അഗാപ്പെ പ്രകാശനം ചെയ്തു. ഇടവ വികാരി യൂണിറ്റ് ഡയറക്ടറുമായ റവറന്റ് ഡോക്ടർ ജോസഫ് ചേലമ്പർബത്ത്, ഫാദർ സ്റ്റീഫൻ ചെമ്പകത്തോപ്പിലും ചേർന്ന് കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. യുവജനങ്ങളുടെ ആത്മീയതയും സാമൂഹികവും സർഗാത്മകവുമായ വളർച്ച ലക്ഷ്യമിട്ട് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് അഗാപ്പയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ മുജ്തബ ഖമേനിയെ തിരഞ്ഞെടുത്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ പരമോന്നത സമിതി അതീവ രഹസ്യമായി മുജ്തബയെ പിൻഗാമിയായി നിശ്ചയിച്ചതായിട്ടാണ് വിവരം. ഇസ്രയേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിതാവിനേക്കാൾ കടുത്ത നിലപാടുകാരൻ ആണ് ഈ 56-കാരൻ. വർഷങ്ങളായി പിതാവിന്റെ ഓഫീസിൽ പ്രവർത്തനങ്ങളിൽ നിർണായക സ്വാധീനം വരുത്തിയ ആളാണ് ഇദ്ദേഹം. സൈനിക ബന്ധം, റവല്യൂഷണറി ഗാർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിന് പിന്നിൽ മുജ്തബയുടെ ബുദ്ധികേന്ദ്രമാണെന്ന് ആരോപണമുണ്ട്. ലണ്ടനിൽ ആഡംബര സ്വത്തുക്കളും സ്വിറ്റ്സർലൻഡിൽ വൻ നിക്ഷേപങ്ങളും ഇദ്ദേഹത്തിനുണ്ടെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇറാൻ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങളെ തുടർന്ന് വ്യോമാതിർത്തി അടച്ചതോടെ ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെട്ട എമിറേറ്റ്സ് വിമാനങ്ങൾ തിരിച്ചയച്ചു. ഡൽഹി, ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് പറന്നുയർന്ന വിമാനങ്ങളാണ് എയർ ട്രാഫിക് കൺട്രോൾ നിർദ്ദേശത്തെ തുടർന്ന് ലാൻഡിംഗ് നടത്താനാവാതെ ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങിയത്. യാത്രക്കാരെ നിലവിൽ ഹോട്ടലുകളിൽ താമസിപ്പിച്ചിരിക്കുകയാണെന്നും സാഹചര്യം അനുകൂലമായാൽ വിമാനങ്ങൾ പുനഃക്രമീകരിക്കുമെന്നും എമിറേറ്റ്സ് വക്താവ് അറിയിച്ചു. മേഖലയിലെ യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് UAE വ്യോമാതിർത്തിയിൽ വാണിജ്യ വിമാനങ്ങൾക്ക് ചൊവ്വാഴ്ചയും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. ശനിയാഴ്ച മുതൽ UAE-യിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളെയും വിനോദസഞ്ചാരികളെയും തിരികെ എത്തിക്കുന്നതിനുള്ള പ്രത്യേക വിമാനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ അനുമതിയുള്ളത്. എമിറേറ്റ്സ്, എത്തിഹാദ്, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ എന്നിവ ഏഷ്യൻ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പരിമിതമായ തോതിൽ സർവീസ് നടത്തുന്നുണ്ട്. അതേസമയം ഗൾഫ് മേഖലയിൽ നിന്നുള്ള 5 വിമാനങ്ങളിലായി 700ഓളം പേർ കൊച്ചിയിലെത്തി. ഗൾഫ് മേഖലയെ ബന്ധിപ്പിച്ച് ഇന്ത്യൻ വിമാന കമ്പനികൾ 58 സർവീസുകൾ നടത്തുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 30 ഇൻഡിഗോയും 23 എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ചേർന്നായിരിക്കും നടത്തുക. മുംബൈയിൽ നിന്ന് ദുബായിലേക്കും ജിദ്ദയിലേക്കും ഡൽഹിയിൽ നിന്ന് ദുബായിലേക്കുമാണ് വിമാനം അയച്ചിരിക്കുന്നത്. അതേസമയം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചുമായി 30 സർവീസുകൾ റദ്ദാക്കി. കരിപ്പൂരിൽ നിന്ന് 5 വിമാന കമ്പനികൾ 10 രാജ്യാന്തര സർവീസുകൾ നടത്തി. വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പുറപ്പെടേണ്ട 21 സർവീസുകളും കൂടാതെ 4 സർവീസുകളും റദ്ദാക്കി. അതേസമയം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ രാജ്യാന്തര സർവീസുകളും റദ്ദാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.